എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഹാപ്പി അല്ലാത്ത തിരുവനന്തപുരത്ത് പൊങ്കാലയിട്ട കുറച്ച് ആളുകളുണ്ട്. നമുക്കറിയാം, ആശാ വർക്കേഴ്സ്. അവരും ഇന്ന് പൊങ്കാലയിട്ടിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സങ്കട പൊങ്കാല അർപ്പിച്ച ആശാ വർക്കേഴ്സ്. സർക്കാരിന്റെ കണ്ണു തുറക്കാനുള്ള പൊങ്കാലയെന്ന് സമരക്കാർ പറഞ്ഞു. സമരപ്പന്തലിൽ വീണ്ടും എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ആശമാർക്കൊപ്പമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. ഭക്തിയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പ്രതിഷേധ പൊങ്കാലയേ അല്ല. ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഈ പൊങ്കാല ഇട്ട് ഞങ്ങൾ നേരുമ്പോഴെങ്കിലും അവരുടെ കണ്ണ് തുറന്ന് മനസ്സൊന്ന് തുറന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്ന് ഞങ്ങളെ ഈ തെരുവീതിയിൽ നിന്ന്, ഈ വെയിലത്തും കൊതുകടിയിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിക്കണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പ്രതിഷേധ പൊങ്കാലയല്ല. സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധം തുടരുന്നതിനിടെ വിശ്വാസത്തോടെയുള്ള പൊങ്കാലയെന്ന് ആശാ വർക്കേഴ്സ്. ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിലേക്ക് തലസ്ഥാന നഗരം മാറിയപ്പോഴും സമരക്കാർക്ക് പിന്തുണയുമായി നിരവധി പേർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സമരത്തിന്റെ ന്യായം എന്താണ്? അതിന് ന്യായമുണ്ടോ? അത് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയാണോ? അത് പരിശോധിക്കുന്നതിന് വരെ ഏത് സംഘടനയാണ് നടത്തുന്നതിന്റെ ജാതകം പരിശോധിക്കുന്ന ഒരു സംഘടന. ഇവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകളില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നും സമരവേദിയിലെത്തി ആശാ വർക്കേഴ്സിനെ കണ്ടു. സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം. ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? പണിയിൽ നിന്ന് പറഞ്ഞയക്കുന്ന അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നതും അവര്. പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തു. എവിടുത്തെ ന്യായമാണത്? സമരക്കാരുടെ പൊങ്കാലയെക്കുറിച്ച് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെ: ഈ ഉന്നയിക്കുന്ന വേതനം ഇനിയും ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. നല്ല നിലയിൽ തന്നെ ആശമാരുടെ ആവശ്യങ്ങളോട് അതിനോട് പ്രതികരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരും ഇന്ന് സമരപ്പന്തലിലെത്തി. സമരത്തിനെതിരെ മുഖപ്രസംഗവുമായി CPM മുഖപത്രം ദേശാഭിമാനി രംഗത്തെത്തി. സമര നേതൃത്വം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം സമരം ചെയ്യുന്നവർ മറച്ചുപിടിക്കുന്നുവെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിൽ നിന്ന് അജീഷ് ജയകുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, നമ്മൾ നേരത്തെ ശ്രീനിത പറഞ്ഞ പോലെ എല്ലാവർക്കും അവിടെ അവർ ആശ്വാസത്തോടെ സന്തോഷത്തോടെ പൊങ്കാലയിടുമ്പോൾ ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധത്തിനിടെയാണ് അവർ ഇന്ന് പൊങ്കാലയിട്ടത്. എന്താണ് അവരുടെ പ്രതികരണം? വിവരങ്ങൾ എന്തൊക്കെയാണ് അജീഷ്? കീർത്തന, എല്ലാവരും പൊങ്കാലയിടാൻ വരുന്നത് പലതരം ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആശാവർക്കർമാരും അവരുടെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതുകൂടി അവരൊക്കെ ആ ഒരു സങ്കടം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അവരിന്ന് പൊങ്കാലയിട്ടത്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ എല്ലാം സാധാരണ പൊങ്കാല ഉണ്ടായിരുന്നു. അമ്മയൊക്കെ കഴിഞ്ഞ വർഷം പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ നടയിലോ എവിടെയെങ്കിലുമൊക്കെയാണ് ഇരുന്നിരുന്നത്. ഇന്ന് എല്ലാ വർഷവും ഞാൻ ഇടുന്നതാണ്, സ്ഥിരമായിട്ട് ഇടുന്നതാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ മൊത്തത്തിൽ ആശമാർ, കാരണം എല്ലാം ഈ ജില്ലയിലെ മൊത്തം ആശമാരും ഉണ്ടായിരുന്നു. അവർക്കെങ്ങും സ്ഥലം തിരഞ്ഞു നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളെ ഗവൺമെൻറ് അതിനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തന്നു. ഇവിടെ എല്ലാ പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും കോട്ടയത്തിൽ നിന്നും എല്ലാം വന്നവരെ എല്ലാ ആശമാരും ഇന്ന് ഇവിടെ ഇപ്പം ഞങ്ങൾ 100-250 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഭംഗിയായിട്ട് പൊങ്കാലയിട്ടു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പൊങ്കാല ഇടേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പൊങ്കാല ഇടേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പം ഞങ്ങളുടെ സമരം വിജയിക്കണം, ഞങ്ങളുടെ അധികാരികളെ കണ്ണ് തുറക്കണം, അത് തന്നെയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ടു. എന്തായിരുന്നാലും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ എന്താന്ന് നോക്കട്ടെ. നമുക്ക് എന്തൊക്കെയാ ഉണ്ടാക്കി? പായസവും മണ്ടപ്പറ്റൊക്കെ ഉണ്ടാക്കിയോ? പിന്നെ പായസം ഉണ്ടാക്കി, മണ്ടപ്പറ്റ ഉണ്ടാക്കി, പിന്നെ തിരളി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി. അത് പാലക്കാട്ടുകാർക്കൊന്നും ഈ തിരളി എന്താണെന്ന് അറിയില്ല. അവരൊക്കെ സൂപ്പറായിട്ട് കഴിച്ചു. അമ്മ പാലക്കാട് നിന്ന് വന്നതാണോ? അല്ലല്ല, ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ പാലക്കാട് നിന്ന് വന്നവർക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ എല്ലാം ഇവിടെ തന്നെ വിതരണം ചെയ്തു. അങ്ങനെ എല്ലാവർക്കും നിങ്ങളെ പോലുള്ളവർക്കും പോലീസുകാർക്കും നാട്ടുകാർക്കും വരുന്നവർ ഞങ്ങളെ കാണാൻ ഒരുപാട് പേര് ഇവിടെ വന്നായിരുന്നു കേട്ടോ. ദൂരോട്ടുള്ളവരെല്ലാം ഞങ്ങൾ ആശാവർക്കന്മാരെ കാണാൻ ഒരുപാട് പേര് വന്നാൽ അവരെല്ലാവരും കണ്ടു. ഒരു സന്തോഷമായിട്ട് പോയി. ഇനി ഞങ്ങളെ സന്തോഷം അറിയാമല്ലോ എന്താണെന്ന്. എന്തായാലും വൈകാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്നതാണ് കടുത്ത ചൂടിനെ പറ്റി. പക്ഷേ അവർ ഈ 32 ദിവസമായി ഈ പൊരിവെയിലും പെരുമഴയും ഒക്കെ അതിജീവിച്ചാണ് ഇവിടെ സമരം നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ ചൂടൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഇവിടെ 250 പേരായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് ആശാവർക്കർമാരുടെ സമരപ്പന്തലിന് മുന്നിൽ രാവിലെ തൊട്ട് ഉച്ചവരെ പൊങ്കാല നിവേദ്യം അർപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ പലരും തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. സ്ഥിരമായി സമരപ്പന്തലിൽ തുടരുന്ന കുറച്ച് പേർ മാത്രമാണ് ഇപ്പോഴും ഇവിടെ കഴിയുന്നത്. അവർ ഈ
ഇപ്പോഴും ഈ ഭാഗത്ത് തന്നെയുണ്ട്. അവരുണ്ടാക്കിയ ആ നിവേദ്യം മുഴുവനും ഇവിടെ ഉണ്ടായിരുന്നു, ചുറ്റുമുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ വിതരണം ചെയ്തു. രാവിലെ മുതൽ തന്നെ പല ആളുകൾ ഇവർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു. ജനപ്രതിനിധികളും ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഒരുപാട് ആളുകൾ ഇവരുടെ ഐക്യദാർഢ്യമായി, ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തിയിരുന്നു. എന്തായാലും അവരുടെ സമരം 32 ദിവസം പിന്നിടുന്നു. ഇനി ആ സമരം വീണ്ടും തുടരും. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞുവെങ്കിലും അവരുടെ ആവശ്യവുമായി അവർ വീണ്ടും ഈ സമരപ്പന്തയിലേക്ക് കൂടുതൽ ആർജവത്തോടെ ഊർജ്ജത്തോടെ തന്നെ ഇവിടെ തിരികെ എത്തും. ശരി, അജീഷാണ് വിവരങ്ങൾ നൽകിയത്. 32ാം ദിവസമാണ് അവരവിടെ സമരം തുടരുന്നത്. പൊങ്കാല ദിവസവും അവർ പൊങ്കാലയിട്ട് പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ, കൃത്യമായ ഇടപെടൽ ഉണ്ടാവാത്ത, പരസ്പരം വഴിചാരി വിഷയത്തിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമാണോ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യുന്നെന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു വെയിലത്തും മഴയത്തും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ മറികടന്ന് അവരുടെ ശക്തമായ സമരത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊങ്കാല ഇടുമ്പോൾ എല്ലാവരും ആറ്റുകാലമ്മ കണ്ണു തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പൊങ്കാല ഇടുന്നത്. അവർ പറഞ്ഞത് സർക്കാർ കണ്ണു തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പൊങ്കാല ഇടുന്നത്.